ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു രസകരമായ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളെല്ലാവരും അമ്പലപ്പുഴ പാൽപ്പായസത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എനിക്കിതുവരെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, പക്ഷെ കേട്ട് കേട്ട് ഒരുപാട് കൊതി വന്നിട്ടുണ്ട്. അതിൻ്റെ പിറകിലുള്ള നല്ലൊരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വയംഭൂ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ. അതിൽ ഒന്നാമത്തതാണ് ഗുരുപവനപുരിയിലെ ഗുരുവായൂരപ്പ ക്ഷേത്രം, രണ്ടാമത്തത് തൃപ്പൂണിത്തറയിലെ പൂർണ്ണത്രയീശൻ, മൂന്നാമത്തതാണ് നമ്മുടെ അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഏറ്റവും രുചികരമായ അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കുന്നതും ഭഗവാന് നിവേദിക്കുന്നതും ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതും. ഇത്രയും രുചികരമായ ഒരു പ്രസാദം വേറൊരു ക്ഷേത്രത്തിൽ ലഭിക്കുമോ എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ AD 1613 മിഥുന മാസത്തിലെ തിരുവോണ നാളിലാണ് പാർത്ഥസാരഥി രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കൊക്കെ മുൻകൈ എടുത്തിരുന്നത് ആ സമയത്ത് ചെമ്പകശ്ശേരിയുടെ നാട്ടുരാജാവായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണൻ നമ്പൂതിരിയാണ്. അദ്ദേഹം വില്യമംഗലം സ്വാമിയാരുടെ ശിഷ്യനും കടുത്ത ശ്രീകൃഷ്ണ ഭക്തനുമായിരുന്നു. ചമ്പക്കുളം കായലിലൂടെ ഒരു ദിവസം സ്വാമിയാരോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ചെമ്പകശ്ശേരിയിലെ രാജാവ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയൊരു കാര്യമാണ്. ആ സമയത്ത് ഗുരുവായൂരപ്പ ക്ഷേത്രം പ്രശസ്തി ആർജിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുകയാണ്, അതുപോലൊരു ക്ഷേത്രം അമ്പലപ്പുഴയിലും വേണം. അത്രയും ഭക്തിയുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വില്യമംഗലം സ്വാമിയാർ പറയുകയാണ്, എനിക്ക് എവിടുന്ന് ഒരു വേണുനാഥം കേൾക്കാൻ പറ്റുന്നുണ്ട്, ഇവിടെ അടുത്തെവിടെയോ എനിക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളത്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ തൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം സ്വാമിയാർ പറയുമ്പോൾ അതൊരു നിമിത്തമാണ്, ഇവിടെ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷേത്രം ഉണ്ടാവേണ്ടതാണെന്നൊക്കെ ചെമ്പകശ്ശേരി രാജാവിന് തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹം അത്രയധികം സന്തോഷത്തോടെ സ്വാമിയാരോട് പറയാണ്, എവിടെ നിന്നാണ് വേണുനാഥം കേൾക്കുന്നത്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന്. അപ്പോൾ ഈ വേണുനാഥത്തിനെ ഫോളോ ചെയ്ത് സ്വാമിയാർ ഒരു സ്ഥലത്തെത്തിയപ്പം വെള്ളം കരക്കടുപ്പിച്ചു. അപ്പോൾ ഈ വേണുനാഥൻ കേൾക്കുന്ന ദിക്കിലോട്ട് രണ്ടുപേരും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവരെത്തി നിൽക്കുന്നത് ഒരു വലിയ ആൽമരത്തിൻ്റെ ചോട്ടിലാണ്. അപ്പോൾ സ്വാമിയാർ ഇങ്ങനെ ആൽമരത്തിലോട്ട് നോക്കുമ്പം ഒരു നീല വെളിച്ചം വരുന്നുണ്ട്. അത് സ്വാമിയാർക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, നമ്മുടെ രാജാവിന് കാണാൻ പറ്റുന്നില്ല. ആ നീല വെളിച്ചത്തിൻ്റെ നടുക്ക് നല്ല ഓടക്കുഴലൊക്കെ പിടിച്ച് സുന്ദരവദനനായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് വില്യമംഗലം സ്വാമിയാർ കാണുന്നത്. അദ്ദേഹം കണ്ട സന്തോഷത്തിൽ ഭഗവാനോട് സംസാരിക്കുന്നത് ചെമ്പകശ്ശേരി രാജാവ് ശ്രദ്ധിച്ചു. അപ്പോൾ രാജാവിന് മനസ്സിലായി നമ്മുടെ വില്യമംഗലം സ്വാമിയാർ ഭഗവാന്റെ അടുത്താണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് സ്വാമിയാരോട് പറഞ്ഞു, നിങ്ങൾ ഭഗവാന്റെ അടുത്തല്ലേ സംസാരിക്കുന്നത്, എനിക്കും ഭഗവാനെ ഒന്ന് കാണണം, എനിക്ക് അത്രയും ആഗ്രഹമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാമിയാർ പറഞ്ഞു, അതിന് നീ ഒരുപാട് പുണ്യം ചെയ്യണം, വലിയ യോഗിയും ജ്ഞാനിയും ഒക്കെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അതിനുള്ളൊരു സൗഭാഗ്യം നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷേ അതിലൊന്നും രാജാവ് കീഴടങ്ങിയില്ല. സാഷ്ടാംഗം പ്രണമിച്ചു, സ്വാമിയാരുടെ കാലിൽ വീണ് എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഭഗവാനെ ഒരു നോക്ക് കാണണം എന്ന് പറഞ്ഞു. അവസാനം സ്വാമിയാർ രാജാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പറയാണ്, താങ്കൾ എന്നെ സ്പർശിച്ചുകൊണ്ട് ഈ ആൽമരത്തിലോട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സ്വാമിയാരുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ട് രാജാവ് ആൽമരത്തിലോട്ട് നോക്കിയപ്പം അദ്ദേഹത്തിനും ആ ഒരു മഹാഭാഗ്യം ഉണ്ടായി, ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കാണാനുള്ളത്. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഒന്നും പറയണ്ട, അദ്ദേഹം തൻ്റെ സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാതെ ഒരുപാട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്ലോകങ്ങളൊക്കെ പാടാൻ തുടങ്ങി. പക്ഷേ ഇതാണ് പറയപ്പെടുന്നത്, ഈ ഒരു കാഴ്ച നേരിട്ട് കണ്ടതിന് ശേഷം നമ്മുടെ രാജാവിൻ്റെ കാഴ്ചശക്തി വരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ചെമ്പകശ്ശേരി രാജാവ് തീരുമാനിക്കുകയാണ്, തൻ്റെ സ്വപ്ന സാഫല്യത്തിനുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം പണിയേണ്ട സ്ഥലം ഇത് തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ വില്യമംഗലം സ്വാമിയാരോടൊക്കെ ചർച്ച ചെയ്ത് അവിടെ തന്നെ ക്ഷേത്രം പണിയാൻ തീരുമാനമായി. അങ്ങനെ ഗോശാല രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വരുത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വന്നത് പുതുമന നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അദ്ദേഹം വിഗ്രഹം കണ്ട ഉടനെ തന്നെ പറഞ്ഞു, ഈ വിഗ്രഹം പൂർണ്ണമല്ല, ഇത് പ്രതിഷ്ഠായോഗ്യമല്ല എന്നുള്ളത്. അപ്പം ചുറ്റും കൂടി നിന്നവർക്കും രാജാവിനും ഒക്കെ നല്ല വിഷമമായി, അവരുടെയൊക്കെ സ്വപ്ന സാഫല്യ നിമിഷമായിരുന്നു അത്. അപ്പോൾ പെട്ടെന്ന് നമ്പൂതിരിപ്പാട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഗ്രഹത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കുറച്ച് മുഴച്ച് നിൽക്കുന്നുണ്ട്, അതെന്തോ പ്രതിഷ്ഠായോഗ്യമല്ല എന്നുള്ളത്. ഭയങ്കര കാളിഭക്തനും കൂടിയായിരുന്നു പുതുമന നമ്പൂതിരി. അപ്പോൾ അദ്ദേഹം കാളിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ മുഴച്ചിരിക്കുന്ന ഭാഗത്ത് ചുറ്റിക കൊണ്ട് ഒരു അടി വെച്ചു കൊടുത്തു. അപ്പോൾ അതിനകത്ത് നിന്ന് തവളയും കുറേ മലിനജലവും പുറത്തേക്ക് വന്നു. അപ്പം ചുറ്റും കൂടി നിന്നവർക്കും എല്ലാവർക്കും മനസ്സിലായി ഈ വിഗ്രഹത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇത് പ്രതിഷ്ഠായോഗ്യമല്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ രാജാവിൻ്റെ കൃഷ്ണഭക്തി ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അദ്ദേഹം അതൊരിക്കലും തൻ്റെ ആഗ്രഹം നിർത്തിവെക്കാൻ തീരുമാനിച്ചില്ല. ആ സമയത്ത് വില്യമംഗലം സ്വാമിയാരാണ് രാജാവിനോട് പറയുന്നത്, നമ്മുടെ അയൽരാജ്യമായ തൃക്കൂർ രാജ്യത്ത് കുറിച്ചി എന്നൊരു പറയുന്ന ക്ഷേത്രത്തിൽ കൃഷ്ണ ഭഗവാന്റെ ഒരു പാർത്ഥസാരഥി വിഗ്രഹമുണ്ട്, അത് നമുക്കിവിടെ കൊണ്ടുവരാം എന്നുള്ളത്. പക്ഷേ ചെമ്പകശ്ശേരിയും തൃക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ലോഹ്യത്തിലല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവർ നേരിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ വിഗ്രഹം കിട്ടത്തില്ല എന്നുള്ളത് രാജാവിന് ഉറപ്പായിരുന്നു. അപ്പോൾ രാത്രിക്ക് രാത്രി തന്നെ സൈനികരെയൊക്കെ വിട്ട്
വിഗ്രഹം കടത്തിക്കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ചർച്ചയൊക്കെ ചെയ്ത് രാത്രി തന്നെ സൈനികർ പോയി ആ ഒരു വിഗ്രഹം ചെമ്പകശ്ശേരിയിൽ കൊണ്ടുവന്നു. ചമ്പക്കുളം കായലിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ തൃക്കൂർ രാജ്യത്തുള്ള സൈനികർക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം ചെമ്പകശ്ശേരിക്കാർ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അവർ ഫോളോ ചെയ്ത് വന്ന് നോക്കിയപ്പോൾ എന്താണ്, ഒരു കരിങ്കല്ലിലുള്ള വിഗ്രഹമാണ്, അതും ചെറിയൊരു ക്ഷേത്രത്തിൽ നിന്ന് എടുത്താണ്. അപ്പോൾ അതവരെ വലിയ സീരിയസ് ആയൊന്നും എടുത്തില്ല. അവർ തൃക്കൂർ രാജാവിനെ പോലും ഈ ഒരു കാര്യം അറിയിച്ചില്ല. അങ്ങനെ പാർത്ഥസാരഥി വിഗ്രഹം സേഫായിട്ട് ചെമ്പകശ്ശേരിയിലെത്തി. അന്ന് രാത്രി അത് അവിടെയുള്ള ഒരു വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. അടുത്ത ദിവസം വള്ളങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയോടുകൂടി ഭഗവാന്റെ വിഗ്രഹം എഴുന്നള്ളിച്ചാണ് പ്രതിഷ്ഠാ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഇപ്പോഴും ചമ്പക്കുളം വള്ളംകളിയായിട്ട് അവിടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ചമ്പക്കുളം വള്ളംകളിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോഴും നടക്കുന്നത് ഈ ഒരു കഥയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ്. അങ്ങനെയാണ് നമ്മുടെ പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടാവുന്നത്. പക്ഷെ ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചത് ഈ ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിലൂടെയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെമ്പകശ്ശേരി രാജാവ് ഓൾറെഡി നല്ല ധനികനായിരുന്നു. ഒരുപാട് ധാന്യങ്ങളും ഭയങ്കര സമ്പൽ സമൃദ്ധിയോടെ ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. അയൽരാജ്യക്കാരൊക്കെ ഈ ധാന്യമണികൾക്കൊക്കെ വേണ്ടിയിട്ട് ആശ്രയിച്ചിരുന്നത് ചെമ്പകശ്ശേരി രാജാവിനെയാണ്. അപ്പോൾ കുട്ടനാടിൽ നിന്നൊക്കെ ഒരുപാട് ധാന്യങ്ങൾ വരുന്നുണ്ട്. ധാന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. എല്ലാവർക്കും സന്തോഷമാണ്. മൊത്തത്തിൽ നല്ല ഹാപ്പി ആയിട്ട് പോവുമായിരുന്നു ചെമ്പകശ്ശേരി രാജ്യം. ആ സമയത്താണ് പെട്ടെന്ന് ചെമ്പകശ്ശേരി രാജാവിനൊരു ഭ്രമം ഉണ്ടാവുന്നത് ചതുരംഗ കളിയിൽ. അത് ചെറിയൊരു ഭ്രമമല്ല, ഒരു ഭ്രാന്ത് പിടിക്കുന്നത് പോലെ, വല്ലാത്തൊരു ക്രേസിനെസ് എന്ന് പറയുമല്ലോ, അതുപോലെ അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരവസ്ഥ. അദ്ദേഹം ചതുരംഗം കളിക്കാൻ തുടങ്ങി. അദ്ദേഹം തന്നെയാണ് മിക്കപ്പോഴും ജയിക്കുന്നത്. പക്ഷെ തോൽക്കുന്നവർക്കും കൂടെ അദ്ദേഹം സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങി. ഇഷ്ടംപോലെ ധാന്യങ്ങളുണ്ട്, തനിക്കൊന്നും പേടിക്കാനില്ല. അദ്ദേഹം തൻ്റെ സമ്പൽ സമൃദ്ധിയിൽ അഹങ്കരിക്കാൻ തുടങ്ങി. ഭഗവാനെ മറന്ന് ജീവിക്കാനും തുടങ്ങി. ചതുരംഗ കളിയിലുള്ള രാജാവിൻ്റെ ഈ ഒരു ഭ്രമം നാടൊക്കെ പാട്ടായി. എല്ലാവർക്കും അറിയാൻ തുടങ്ങി. ഒരുപാട് അയൽരാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് കളിച്ച് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. പക്ഷെ രാജാവിന് എന്തായി, ഈ അറിയുന്ന ആൾക്കാരോട് കളിച്ച് ബോറടിച്ച് അവരുടെ നീക്കങ്ങളൊക്കെ രാജാവിന് അറിയാമെന്നായി. അവരെന്ത് ചെയ്യും, അങ്ങനെ 2-3 മൂവ്മെൻറ്റിൽ തന്നെ എല്ലാ ആൾക്കാരെയും തോൽപ്പിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാജ്യകാര്യങ്ങളൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ച് ഇങ്ങനെ ഒരു മുറുക്കാനൊക്കെ തിന്ന് വരാന്തയിൽ ഇങ്ങനെ വിഷറിയൊക്കെ വീശിയിരിക്കുകയായിരുന്നു രാജാവ്. അപ്പം ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇന്ന് ആരെങ്കിലും വരും ചതുരംഗം കളിക്കാൻ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ. അപ്പോൾ ആ സമയത്താണ് പുറത്ത് സൈനികരെടുത്ത് ആരോ ഒരാൾ സംസാരിക്കുന്നതായി കേൾക്കുന്നത്. അപ്പോൾ രാജാവ് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തെ അകത്തോട്ട് കടത്തിവിടും. അപ്പോൾ കണ്ടാൽ ഒരു യോദ്ധാവെന്ന് തോന്നിക്കുന്ന കയ്യിൽ അമ്പും വില്ലും വാളും പരിചയമൊക്കെ ആയിട്ട് ഒരു യുവാവ് നടന്ന് രാജാവിൻ്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, വളരെ ബഹുമാനത്തോടൊക്കെ കൂടിയാണ് കേട്ടോ രാജാവ് സംസാരിക്കുക. താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്, താങ്കളുടെ പേരെന്താണ്? അപ്പോൾ വളരെ വിനയത്തോടു കൂടി ആ യുവാവ് ഉത്തരം നൽകി. തൻ്റെ പേര് കൃഷ്ണൻ ഉണ്ണി എന്നാണ്, താൻ അയൽ രാജ്യത്തുള്ള ഒരു യോദ്ധാവാണ്, ഒരാവശ്യത്തിന് വേണ്ടി ഇവിടം വരെ വന്നതാണ്. അപ്പോഴാണ് ഈ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ചതുരംഗ കളിയെക്കുറിച്ച് കേൾക്കുന്നതും. അപ്പോൾ തനിക്കും ചതുരംഗം കളിയിൽ നല്ല ആഗ്രഹമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞാനും വന്ന് രാജാവിൻ്റെ കൂടെ ഒന്ന് കണ്ട് ചതുരംഗ കളി കളിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ നമ്മുടെ രാജാവ് കൃഷ്ണൻ ഉണ്ണിയെ അകത്തോട്ട് വിളിച്ചു. ഈ ചതുരംഗം കളിക്കാൻ വേണ്ടിയിട്ട് രാജാവിന് പ്രത്യേക ഒരു മുറിയൊക്കെ ഉണ്ട്, കാരണം എന്നും ചതുരംഗം കളിയാണല്ലോ പരിപാടി അവിടെ. അപ്പോൾ അവിടെ ഇരുത്തി. അപ്പോൾ കൃഷ്ണൻ ഉണ്ണിയോട് പറഞ്ഞു, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? അങ്ങനെ കളി ആരംഭിച്ചു. കൃഷ്ണൻ ഉണ്ണി വളരെ പെട്ടെന്ന് തന്നെ രാജാവിനെ പരാജയപ്പെടുത്തി. രാജാവും ചുറ്റും നിന്ന പ്രജകളും എല്ലാവരും ഒന്ന് ഞെട്ടി. ഇതുവരെ അങ്ങനെ ഒരു തോൽവി രാജാവിന് ഉണ്ടായിട്ടേ ഇല്ല. എങ്കിലും തൻ്റെ വിഷമം മറച്ചു വെച്ചുകൊണ്ട് രാജാവ് കൃഷ്ണൻ ഉണ്ണിയോട് അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരു വട്ടം കൂടെ കളിക്കാം. കൃഷ്ണൻ ഉണ്ണി പറഞ്ഞു, ആയിക്കോട്ടെ, ഒരു വട്ടം കൂടെ കളിക്കാം. അങ്ങനെ രണ്ടാമത്തെ കളി തുടങ്ങി. രണ്ടാമത്തെ വട്ടം എന്താണ്, ആദ്യത്തെ പ്രാവശ്യത്തിനെക്കാട്ടിയും വളരെ പെട്ടെന്ന് തന്നെ കൃഷ്ണൻ ഉണ്ണി രാജാവിനെ പരാജയപ്പെടുത്തി. കൃഷ്ണൻ ഉണ്ണിയുടെ നീക്കങ്ങൾ പോലും രാജാവിന് കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പോലും പറ്റിയില്ല, എങ്ങനെയാണ് തന്നെ പരാജയപ്പെടുത്തിയത് എന്നുള്ളത്. അപ്പോൾ രാജാവ് വീണ്ടും പറഞ്ഞു, നമുക്ക് ഒരു വട്ടം കൂടെ കളിക്കാം. അങ്ങനെ കൃഷ്ണൻ ഉണ്ണി മൂന്നാമത്തെ വട്ടം കൂടെ രാജാവിൻ്റെ കൂടെ ചതുരംഗം കളിക്കുകയാണ്. ആ പ്രാവശ്യം 2 നീക്കങ്ങളിൽ തന്നെ കൃഷ്ണൻ ഉണ്ണി രാജാവിനെ പരാജയപ്പെടുത്തി. രാജാവ് വേർത്ത് തളർന്ന് വീണ കസേരയിലോട്ട് ഇരുന്ന് പോയി. രാജാവിൻ്റെ പത്നിയാണ് ധാത്രിക്കുട്ടിയമ്മ. ധാത്രിക്കുട്ടിയമ്മ ഓടി വന്നു. രാജാവിനെ കൃഷ്ണൻ ഉണ്ണിയും ധാത്രിക്കുട്ടിയും കൂടെ എഴുന്നേറ്റ് ഇരുത്തിപ്പിച്ചു. അപ്പം തന്നെ ധാത്രിക്കുട്ടി തൻ്റെ സംശയം പറയുകയാണ്, ഇത് ഒരു യോദ്ധാവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണുകളിലെ ശാന്തത ഒരു സ്വാമിയുടെയോ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെയോ പോലെയാണ്. ശരീരം ഒരിക്കലും ഒരു യോദ്ധാവിനെ പോലെ പുഷ്ടി പിടിച്ചതല്ല. അങ്ങനെ തൻ്റെ സംശയം രാജാവിൻ്റെ അടുത്ത് പറയാനുണ്ടായത്. പക്ഷെ അതാരും അപ്പോൾ ചെവി കൊണ്ടില്ല. അപ്പോൾ രാജാവ് ക്ഷീണിച്ച് ഭയങ്കര പരിഭ്രാന്തനായി ഇരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തോൽവി സംഭവിക്കുന്നത്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ കൃഷ്ണൻ ഉണ്ണിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ തോൽവി സമ്മതിക്കുന്നു. അപ്പോൾ വളരെ ഭയങ്കര വിവേകത്തോടു കൂടിയാണ് രാജാവ് എപ്പോഴും ആരടുത്തും സംസാരിക്കുന്നത്.
ഇന്ന് താങ്കൾ തിരിച്ചു പോകണ്ട. ഞങ്ങളുടെ ധാന്യസമ്പത്തിനെക്കുറിച്ചും സമ്പൽ സമൃദ്ധിയെക്കുറിച്ചും ഒക്കെ അങ്ങേക്ക് അറിയാലോ. ഇന്ന് ഞങ്ങളുടെ വിരുന്ന് സ്വീകരിച്ച് ഇവിടെ ഇരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം കൂടെ വാങ്ങിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ കൃഷ്ണനുണ്ണി സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിൽക്കണില്ല, എനിക്ക് എന്തായാലും തിരിച്ചു പോകണമെന്ന് തന്നെ കൃഷ്ണനുണ്ണിയും വാശി പിടിച്ചു. ചെമ്പകശ്ശേരി രാജാവും വിട്ടുകൊടുത്തില്ല. അദ്ദേഹവും നിർബന്ധം പിടിച്ചു കൃഷ്ണനുണ്ണി താമസിച്ച് തൻ്റെ സമ്മാനം സ്വീകരിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഒടുവിൽ രാജാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണനുണ്ണി സമ്മതിച്ചു. ഞാൻ സമ്മാനം സ്വീകരിക്കാം, പക്ഷേ അതിലെനിക്ക് ചെറിയൊരു നിബന്ധനയുണ്ട്. എനിക്ക് ധാന്യമണികളാണ് വേണ്ടത്. പക്ഷേ അതിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചതുരംഗത്തിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, അതിൽ നിറയെ ധാന്യമണികളാണ് എനിക്ക് വേണ്ടത്. അതിൽ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിലത്തെ കളത്തിൽ എത്ര അരിമണികൾ വെക്കുന്നോ അതിൻ്റെ ഇരട്ടി ധാന്യമണികളാണ് അടുത്ത കളത്തിൽ വെക്കേണ്ടത്. അങ്ങനെ ഈ 64 കളങ്ങൾ നിറയാണ് തനിക്ക് ധാന്യമണികൾ വേണ്ടതെന്നുള്ളത്. ആദ്യം ഒന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് രാജാവ് പറഞ്ഞു, ആ ശരി, അതിനെന്താ, ഇവിടെ എത്രയോ ധാന്യമണികൾ ഇരിക്കുന്നു, തനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചതുരംഗത്തിൻ്റെ കളത്തിൽ ആദ്യത്തെ ധാന്യമണി വെച്ചു, അതിൻ്റെ ഇരട്ടി രണ്ടാമത്തെ കളത്തിൽ വെച്ചു. അങ്ങനെ 40ാമത്തെ കളത്തിലെത്തിയപ്പോൾ തന്നെ കൊട്ടാരത്തിൽ ധാന്യമണികളൊക്കെ തീർന്നു. അപ്പം എന്തായി, സൈനികരോട് പറഞ്ഞു, ഇനി അടുത്ത് എവിടുന്ന എത്രയും പെട്ടെന്ന് ധാന്യമണികൾ കൊണ്ടുവരണം, രാജാവിൻ്റെ സമ്മാനമാണ്, അതിലൊരു കുറവും വരുത്താൻ പാടില്ല. സൈനികരൊക്കെ നാട് മുഴുവൻ ഓടാൻ തുടങ്ങി ധാന്യമണികൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 60ാമത്തെ കളത്തിലെത്തിയപ്പോൾ നാട്ടിലുള്ള ധാന്യമണികളും ഒക്കെ തീർന്നു. ഇനി എന്ത് ചെയ്യും? ഇനിയും ഉണ്ട് 4 കളങ്ങൾ. ഒന്നും ചെയ്യാൻ അറിയാതെ ഇങ്ങനെ നിന്നപ്പോൾ കൃഷ്ണനുണ്ണി രാജാവിനോട് പറയുകയാണ്, സാരമില്ല, ഇപ്പോൾ താങ്കൾ എനിക്ക് കടക്കാരനാണ്, പക്ഷേ ഇത് എങ്ങനെ വീട്ടണം എന്നുള്ള ഒരു ഉപായം കൂടെ ഞാൻ തന്നെ പറഞ്ഞു തരാമെന്ന്. അങ്ങനെ കൃഷ്ണനുണ്ണി തൻ്റെ ഒറിജിനൽ രൂപം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒറിജിനൽ രൂപം കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ചെമ്പകശ്ശേരി രാജാവിന്. എന്നിട്ട് പറയുകയാണ്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എന്നും ഈ ധാന്യമണികൾ കൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കണം. അത് തൻ്റെ ഭക്തർക്ക് വിതരണം ചെയ്യണം. എങ്കിലേ ഈ കടം വീട്ടുകയുള്ളൂ, തീരുകയുള്ളൂ. താങ്കൾ ഇങ്ങനെ ഭഗവാനെ മറന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നാം താങ്കൾക്ക് വേണ്ടി കണ്ടുവെച്ച ഒരു പരീക്ഷണമായിരുന്നു ഇത്. ഇത്രയും പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്രത്യക്ഷനായി. അന്ന് ചെമ്പകശ്ശേരി രാജാവ് തുടങ്ങി വെച്ച കാര്യമാണ് ഇന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തർക്ക് പാൽപ്പായസം ഉണ്ടാക്കി ദിവസവും വിതരണം ചെയ്യുന്നത്. അപ്പോൾ അമ്പലപ്പുഴയിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഒരുപാട് ആഗ്രഹിച്ച ആളായിരുന്നു ചെമ്പകശ്ശേരി രാജാവ്. അപ്പോൾ ഇന്നും വിശ്വസിക്കപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് ഇന്നും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ പിറകിലുള്ള കഥ. പിന്നെ ഇതിനൊക്കെ ശേഷം ഈ ഡച്ചുകാരുടെയും ടിപ്പുവിൻ്റെയും ഒക്കെ ആക്രമണ കാലഘട്ടത്തിൽ ഈ ഗുരുവായൂർ ക്ഷേത്രം തകർക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം 12 വർഷത്തോളം കാലം സൂക്ഷിച്ചിരുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ അവിടെ സഫലമാവുകയാണ് ഉണ്ടായത്. ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അമ്പലപ്പുഴയിൽ എത്തിയെന്ന് തന്നെ വേണം നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇത്രയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസത്തിൻ്റെ കഥ. എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട് ഒരു ദിവസം എനിക്കും കഴിക്കാൻ പറ്റുന്നുള്ളത്. അപ്പം നിങ്ങളൊക്കെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കഥ കുറച്ചും കൂടെ നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. ആ പാൽപ്പായസം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചി ഇപ്പം നിങ്ങൾക്ക് നാവിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കഥയും ബൈറ്റ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytes. Bye bye.